പറഞ്ഞാൽ നമുക്ക് കേട്ടോ. പിടിച്ചോ, അങ്ങോട്ട് പോയി പിടിച്ചു. താങ്കൾ ഈ പണി തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ ജനിച്ചപ്പോഴാണ് ഈ പണിയായിരുന്നു. ഒരു പെണ്ണും കൂടെ ഉണ്ടാ, അവള് നേരം വെളുത്ത് ഇറങ്ങിയാ പോവും, ഒരു പണിയും ചെയ്യത്തില്ല. എന്നെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കും അവള്. അവള് രാവിലെ കുടുംബശ്രീക്കാൻ പോകും. എന്നും കുടുംബശ്രീ ഉണ്ടോ? എന്നും കുടുംബശ്രീയാണെന്ന് പറഞ്ഞാ പോകുന്നത്. എന്റെ കഷ്ടങ്ങൾ വൈകിട്ട് വന്നാ വന്നു. അയലത്തെ വീട്ടിലൊക്കെ തിരക്കാറുണ്ടോ? ഓ ചിലപ്പോ ഒരു 10-11 മണിയൊക്കെ വരും രാത്രി. ഇല്ലെങ്കിൽ രാവിലെ വരും. വന്നിട്ട് എന്താ പറയും? വന്നിട്ട് പറയും നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു പറയും. താങ്കൾ ചോദിക്കാറില്ലേ ഇതെന്താ ഡ്യൂട്ടിയാണ്? ഓ ചോദിച്ചിട്ട് പറയാനില്ല. ഒരു പ്രയാനമില്ല. അപ്പം പിള്ളേർ എത്ര ഉണ്ട്? പിള്ളേർ 2-3 ഉണ്ട്. താങ്കളുടെ എത്ര എണ്ണം ഉണ്ട്? താങ്കൾ അതിൽ എത്ര എണ്ണം ഉണ്ട്? ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ലേ? ചെലവിന് കൊടുക്കുന്നത്? ചെലവിന് കൊടുക്കുന്നത് ഞാൻ. അപ്പം വീട്ടിലില്ല ഇതിനെക്കുറിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല? ഓ പ്രശ്നങ്ങളൊന്നും, ഞങ്ങൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. ഈ ജോലിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് പണിക്ക് പോകുന്നത്? അത് ഞാൻ ഉച്ച കഴിഞ്ഞ് പണിക്കൂ. അടുത്തേ ഉള്ളൂ എനിക്ക്. താങ്കളുടെ പണി എന്തോ പ്രധാനപ്പെട്ട? പെയിന്റിങ്. പെയിന്റിങ് അന്നേരം പെയിന്റിങ്ങിൽ ഏറ്റവും കൂടുതൽ പോളിഷ് പണിയാണോ ഇഷ്ടം അതോ? അങ്ങനെയൊന്നും എല്ലാ പണി ഇഷ്ടം. ആണോ? കൂടുതൽ വരയ്ക്കുക ഇഷ്ടം. ആണോ? കഴുക്. അപ്പം പെണ്ണുമ്പള ഒന്നും ചെയ്യത്തില്ല. മക്കളെന്ത് ചെയ്യുന്നു? മക്കള് പഠിച്ചിട്ടിരിക്കുക. മക്കൾ ഇതുപോലെ രാത്രിയിലേക്കാ? പെൺമക്കളാണോ? അവർക്ക് അവർക്ക് എന്നെ ശരം സ്നേഹമുണ്ട്, മറ്റേ പെണ്ണുമ്പിള്ളക്ക് ഒരു ശരം പോലും സ്നേഹമില്ലാത്തോ. പക്ഷെ മക്കൾ വരുന്നതാണ് അവരിവിടെ കൂടെ അങ്ങ് ചെയ്യേണ്ടി വരുന്നത്. പ്ലേറ്റിനകത്ത് വെക്കുന്നത്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ വരും കഴുകാൻ. ഇതാണ് താങ്കളുടെ വീട്? ഈ ഫ്ലാറ്റ് വാങ്ങിച്ചപ്പോ എത്ര രൂപയായി? 2 ലക്ഷം രൂപയായി അന്ന്. ആരാണ് പൈസ മൊത്തം കൊടുത്തത്? പെണ്ണുമ്പിള്ള. ആണോ? അപ്പം മാസത്തിൽ എത്ര രൂപ വരുമാനമുണ്ട് താങ്കൾക്ക്? അങ്ങനൊന്നും ഇല്ല, അത് അവള് പോകുന്നതിനനുസരിച്ചിരിക്കും. പെണ്ണുമ്പിള്ളയുടെ ദുർനടപ്പ് കാരണം അനാഥമായി പോയ ഈ യുവാവിന്റെ ജീവിതം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അടുത്ത ആഴ്ച വീണ്ടും